ഹായ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒരുപാട് വർഷക്കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന ഒരു ആഗ്രഹം സാധ്യമാകാൻ പോകുന്നതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഫീലാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് സന്തോഷവും എല്ലാം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ സ്റ്റുഡിയോയിലാണ്. സഞ്ജൂസ് മ്യൂസിക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ ആരുടെയും ലൈഫ് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ ആർക്കോ വേണ്ടി ജീവിച്ച് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത് ചുരുക്കം ചില വർഷങ്ങൾക്കിടയിലാണ്. ഈ ഇരിക്കുന്ന സ്പേസ് പോലും ഒരു സമയത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്പേസ് കിട്ടാൻ ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പാടിലെല്ലാം എനിക്ക് ധൈര്യമായിട്ടും എൻ്റെ എന്ത് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഞാൻ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് എനിക്ക് ധൈര്യത്തോടെയും എല്ലാ രീതിയിലും ഉപദേശം തന്നും ശകാരിച്ചും സ്നേഹിച്ചും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടും അത്തരത്തിലൊരാളൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിതെല്ലാം നേടാനായിട്ട് സാധിച്ചത്. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത ഒന്നുമല്ല. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ, അതായത് ഇപ്പോൾ ഡ്രംസിൻ്റെ ക്ലാസ്സുകളായാലും മ്യൂസിക്കിൻ്റെ ക്ലാസ്സുകളായാലും പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷത്തോളമായി. ഈ 12 വർഷമായിട്ടും ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ഡ്രംസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു പ്ലെയിൻ സ്റ്റൈൽ വെച്ചിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രംസ്, പല റേറ്റിനുള്ള ഡ്രംസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് ഷോകളിൽ ഡ്രംസ് വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും സ്വന്തമായിട്ട് ഒരു ഡ്രം കിറ്റ് എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം അതൊരു സൈഡിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഡ്രംസിൽ വായിക്കാനും അവരോടൊപ്പം വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു സമയത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രം കിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ജിംബാവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അത് ലോക്കൽ ബ്രാൻഡാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കിറ്റാണ്. അപ്പോൾ അതേ ബ്രാൻഡിൽ തന്നെ വേറെ ഒരുപാട് കിറ്റുകളുണ്ട്. ചാൻസലർ, DB, ജിംബാവോ, ഹവാന, ഓസ്റ്റർ, അങ്ങനെ പല പേരുകളിൽ കിറ്റുകൾ അവൈലബിൾ ആണ്. പ്രാക്ടീസിനും നമ്മൾ പഠിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കിറ്റുകൾ. അതിലൊന്ന് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 6 വർഷം 7 വർഷം മുന്നെയാണ്. അപ്പോൾ അന്നത് തേർഡ് ഹാൻഡായിട്ട് വാങ്ങിച്ചൊരു ഡ്രം കിറ്റാണ്, അക്വസ്റ്റിക് ഡ്രം കിറ്റാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രാക്ടീസിന് പഠിക്കാനും മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു യൂസിന് അതിൻ്റെ ടോൺ ആയാലും അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ഒന്നും അത്ര സുഖമല്ല. എന്നാൽ പോലും ഞാൻ ഒരുപാട് നാൾ അത് യൂസ് ചെയ്തു. ഒരുപാട് കുട്ടികൾക്ക് അത് വെച്ച് ക്ലാസ് എടുത്തു. ഒരുപാട് പ്രോഗ്രാമിന് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നാടൻ പാട്ടുകൾക്കും ചെറിയ ചെറിയ അൺപ്ലഗ്ഡ് പ്രോഗ്രാമുകൾക്കും ഒക്കെ ഞാനത് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഡ്രംസിൻ്റെ ടോണോ അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന രീതിയിൽ ആണോ എന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം അത് തുടക്ക സമയം ആണ്. അത് കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാതായി പോയി. അങ്ങനെ അത് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതെൻ്റെ കുറേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അത് ഇല്ലാതായി പോയതും. സ്കിന്ന് ഡാമേജ് വരികയും പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ തന്നെ അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ വന്ന് ഞാനത് അവസാനം എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലെത്തി മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരുപാട് നാൾ ഡ്രം ഒന്നുമില്ലാതെ പ്രോഗ്രാമുകൾക്ക് റെൻറ്റിന് ആരുടെയെങ്കിലും ഡ്രംസൊക്കെ പോയി ചോദിച്ച് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഡ്രംസ് കിറ്റൊക്കെ തരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിചയമൊന്നും എനിക്ക് ആരുമായിട്ടും ഇല്ല. അപ്പോൾ അവർ പറയുന്ന റെൻ്റൊക്കെ കൊടുത്തൊക്കെയാണ് ഡ്രം കിറ്റുകൾ എടുക്കുകയും പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ഡ്രം കിറ്റ്, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും എന്നെ സഹായിച്ച, അതുപോലെ തന്നെ എന്നെ സ്നേഹിച്ച ഒരാളുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു വലിയൊരു ഉദ്യമത്തിലും കൂടെ വലിയൊരു സാഹസം നടത്തിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഇലക്ട്രിക് ഡ്രം കിറ്റാണ്. അലീസിസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നൈട്രോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇലക്ട്രിക് ഡ്രം കിറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് ഇലക്ട്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുപോലെ ഒരുപാട് ടോൺസ്, പിന്നെ നമുക്ക് പോർട്ടബിലിറ്റി, പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പാറ്റബിലിറ്റി, ഇതൊക്കെ നോക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഈസി ടു യൂസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. പിന്നെ ഒരുപാട് യൂട്യൂബ് റിവ്യൂസ്, ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ്, ഡ്രമ്മേഴ്സിൻ്റെ വീഡിയോസ്, അൺപ്ലഗ്ഡ് ആയിട്ടുള്ള വീഡിയോസ്, സ്റ്റേജ് ഷോസിൻ്റെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് അക്വസ്റ്റിക് വേണോ ഇലക്ട്രിക് വേണോ എന്നുള്ളൊരു കമ്പാരിസണൊക്കെ
പല പ്രാവശ്യം പല രീതിയിൽ കമ്പയർ ഒക്കെ ചെയ്തിട്ടാണ് അവസാനം ഒരു കിറ്റിലേക്ക് എത്തിയത്. എല്ലാ കിറ്റും പക്ക പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഏത് ബ്രാൻഡ് ആയാലും അതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും. ഇലക്ട്രിക് ഡ്രം ആണെങ്കിലും അതുണ്ടാവും, അക്വസ്റ്റിക് ഡ്രം ആണെങ്കിലും അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതികളുണ്ടാവും. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ യൂസിനും എൻ്റെ പ്രൊഫഷണൽ യൂസിനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രം കിറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് ഗൂഗിളൊക്കെ ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കിയാണ് അവസാനം ഞാനൊരു ഡ്രം കിറ്റിലേക്ക് എത്തുന്നത്. അലസിസിൻ്റെ നൈട്രോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഞാൻ എടുത്ത കിറ്റ്. എനിക്ക് വേണമെങ്കിൽ അക്വസ്റ്റിക്കിലോട്ടൊക്കെ നോക്കാമായിരുന്നു, പക്ഷേ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ കുറേ റേറ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതും നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്നതുമായിട്ടുള്ളൊരു കിറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയായാലും 1.5 ലക്ഷത്തിന് മുകളിലോട്ടാണ് വില വരുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് പറ്റുന്ന പോലെ ഒരു കിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എടുക്കാം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുന്നതും ഒരു കിറ്റ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കിറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കിറ്റാണ്. പക്ഷേ അതിൻ്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മാപ്പെക്സ്, പേൾ, ടാമ, ലുഡ്വിഗ്, DW, പിന്നെ സോണാർ, അങ്ങനെ ഒരുപാട് കിറ്റുകളുണ്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനെല്ലാം നല്ലൊരു പ്രൈസ് റേഞ്ച് വരും. അപ്പോൾ ആ അത്രയും പ്രൈസ് റേഞ്ച് നമുക്ക് താങ്ങാൻ പറ്റാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കിറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ എനിക്കും സ്വന്തമായിട്ട് ഒരു ഡ്രം കിറ്റ് എന്നുള്ള ഒരു ആഗ്രഹം ഇവിടെ ഇങ്ങനെ സാധിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം കൊറിയർ എന്ന് വിളിച്ചിട്ടുണ്ട്, നേരിട്ട് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഓൺലൈൻ ഷോപ്പല്ല. എനിക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പേഴ്സണലി അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനത് ഓൺലൈൻ ഷോപ്പല്ല ചെയ്തത്, ഡയറക്റ്റ് ഷോപ്പാണ്. അപ്പോൾ കൊറിയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പോയി കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അൺബോക്സിങ് വീഡിയോസ് ആയാലും മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോ ആയാലും അല്ലാതെ നമ്മുടെ മ്യൂസിക്കിന് വായിക്കുന്ന വീഡിയോകളായാലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡ്രംസിന് വേണ്ടി, ഡ്രംസിൻ്റെ പെർഫോമൻസസിന് വേണ്ടിയിട്ടും സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം. പുതിയ പുതിയ വീഡിയോസൊക്കെ അതിൽ വരും. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡ്രംസ് പഠിക്കണമെന്നും അത് വീട്ടിലായാലും അല്ലാതെയും പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കിങ്ങനെ ഒരു എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിനും, എൻ്റെ ചങ്ക് സുഹൃത്തെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും സുഹൃത്തെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു സുഹൃത്തെന്ന് പറയുന്ന ഒരു കാര്യത്തിന് അതിനപ്പുറം ഉള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ചുരുക്കി വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. ഇനി ആ കിറ്റ് കിട്ടുമ്പോൾ എന്താണെന്നുള്ളത് ഇനി വന്നാലേ അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സൊക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തേക്കാം. ഇനിയുള്ള അപ്ഡേറ്റ്സിലെല്ലാം എൻ്റെ കൂടെ ഡ്രംസും ഉണ്ടാവും. ഞാൻ ഈ ഇരിക്കുന്ന എൻ്റെ സ്റ്റുഡിയോ സ്പേസ് ആയാലും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറ ആയാലും ഈ പറയുന്ന ഡ്രം കിറ്റ് ആയാലും ഒക്കെ എൻ്റെ ഒരു സ്വപ്നങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു ബഞ്ച് ഓഫ് ലിസ്റ്റാണ്. എൻ്റെ ഈ പറഞ്ഞ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അതൊന്നും പെട്ടെന്ന് നടന്നതല്ല. അതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ട് പരിശ്രമിച്ച് അതിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് സേവ് ചെയ്ത് ഒക്കെ വന്നതാണ്. പെട്ടെന്ന് ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ച് ഉടനെ വന്ന് ചേർന്നതല്ല. എന്തായാലും വളരെയധികം സന്തോഷം. എനിക്ക് സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. ആ ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അത് പോയി എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷവും ഒരു സങ്കടവും ഒക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് കാര്യങ്ങളിൽ. അപ്പം ആകെ കൂടെ ഒരു അവിയൽ പരുവത്തിലാണ് എൻ്റെ മൈൻഡ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിലാണ്. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട്. ഇത് സാധിച്ചെടുക്കാനായിട്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന എൻ്റെ സ്വന്തം ചങ്കിന്
എൻ്റെ എല്ലാം ആയിട്ടുള്ള എൻ്റെ ചങ്കിന് താങ്ക്സ് ഡാ. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സാധിച്ചെടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. ഇതിൻ്റെ സ്വപ്നങ്ങളുടെ ഒരു വശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പോഴും മാറിയേനെ. താങ്ക്സ് അലോട്ട്. ഒരു നന്ദി പറഞ്ഞ് ഞാനത് ഭയങ്കര ഒഫീഷ്യലായിട്ട് പറയാൻ ആഗ്രഹിച്ചതല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല നിൻ്റെ അടുത്ത്. പക്ഷേ എനിക്കെൻ്റെ എന്താ പറയുക, സന്തോഷം എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലായി പോയതുകൊണ്ടാണ്. അതാ നമ്മുടെ ചെറുക്കൻ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം. ഇതാണ് എൻ്റെ ഡ്രം കിറ്റ്, നൈട്രോ അൾട്ടിമേറ്റ്. ഇതിനെ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ എനിക്ക് വന്നു ചേർന്നിട്ടുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ ഓവറായിട്ട് ഇമോഷണലാവും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ചില തിരിച്ചറിയാൻ കഴിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതിൻ്റെ പ്രശ്നങ്ങളും, കൂടെ നിന്നവരെ ചില സമയങ്ങളിൽ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും, എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇതൊന്നും എനിക്ക് പെട്ടെന്നൊന്നും ചേർന്നൊരു കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് സാധ്യമായത്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്.